നമുക്കിന്ന് കുറച്ച് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കി നോക്കിയാലോ. ഇൻട്രോ ഒന്നുമില്ലാതെ ഡയറക്റ്റ്ലി ഈ വീഡിയോ തുടങ്ങിയത് വേറൊന്നുമല്ല, ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലാണ്. എൻ്റെ ഫോണിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇൻഷോട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് ഇൻട്രോയും കൂടുതൽ എഡിറ്റിങ്സും ഒന്നും ഈ വീഡിയോയിൽ ഇല്ലാത്തത്. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ ഞാൻ 5 മിനിറ്റ് ഇരിക്കേണ്ട പരിപാടിക്ക് 18 ഇരിക്കുന്നത്. ഉടനെ തന്നെ ഈ ഫോൺ എന്തായാലും നന്നാക്കാൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ പുതിയൊരെണ്ണം എടുക്കേണ്ടി വരും. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അതിപ്പം തൽക്കാലം അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഈ വീഡിയോസ് എല്ലാം ഷോർട്സ് ആയിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് വീഡിയോയുടെ ആംഗിൾ ഈ ഒരു രീതിയിൽ ഇരിക്കണം. ലോങ് വീഡിയോ ആയിട്ട് ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പം നമ്മുടെ ആദ്യത്തെ ജേണൽ സപ്ലൈറ്റ് ഈ ഒരു പോസ്റ്റേഴ്സ് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് നോർമലായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി നോക്കാം. പിന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. നമ്മൾ ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കണം എന്നുള്ളതുകൊണ്ട് സിമ്പിളായിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. ഇനിയിപ്പം നേരിട്ട് വരച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഫോൺ വെച്ച് ട്രേസ് ചെയ്യുന്ന മെത്തേഡ് ഇപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അങ്ങനെ വരച്ചു കൊടുത്താലും മതി. അതെല്ലാം ഔട്ട്ലൈൻ ചെയ്ത് ഉള്ളിൽ കളറും കൂടി ഫില്ല് ചെയ്തിട്ട് പുറമേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് വേറെയും മെത്തേഡിലൂടെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ മേലെ തന്നെ ഒട്ടിച്ച് വെക്കണമെന്നൊന്നുമില്ല. സാധാരണ ഏതെങ്കിലും സ്റ്റോറേജ് ബോക്സിലോ എവിടെയെങ്കിലും എടുത്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിനി കുറച്ച് വാഷി ടേപ്സ് ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ഡിസൈൻസിലാണ് ഈ ഒരു വാഷി ടേപ്പ് ചെയ്യണത്. നിങ്ങൾക്ക് എത്ര ഡിസൈൻസ് വേണോ അത്രയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഇത് മൊത്തം ഞാൻ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കെച്ച് പെൻ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും സുഖമായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമേ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1-2 തവണയൊക്കെ ജേർണലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഒത്തിരി വാഷി ടേപ്സ് ഒക്കെ യൂസ് ചെയ്യും എന്നുണ്ടെങ്കിൽ കുറച്ചധികം ലെങ്ത്തിൽ തന്നെ ചെയ്തെടുത്തേ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ബ്രെഡ്ത്തായിട്ട് ഞാൻ 1 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടിയും ബ്രെഡ്ത്ത് കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ചെയ്താലും ഭംഗിയുണ്ടാവുക. അപ്പോൾ അതേ നമ്മുടെ 4 വാഷി ടേപ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കി നോക്കാം. എനിക്ക് വാഷി ടേപ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം ഇതുപോലെ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നല്ല റിലാക്സിങ് ആണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മൊത്തവും ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബ്രഷ് പെന്ന് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. സ്കെച്ച് പെന്നോ നോർമൽ വാട്ടർ കളറോ ഏത് കളറാണോ ഉള്ളത് അത് എടുത്തിട്ട് ചെയ്താൽ മതി. നമ്മൾ വാഷി ടേപ്സ് ചെയ്ത പോലെ തന്നെ 4 പാറ്റേണിലാണ് ഞാൻ ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. 4 സിമ്പിളായിട്ടുള്ള മെത്തേഡ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വീഡിയോ എടുത്ത സ്ഥിതിക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്രാഫ്റ്റ് വീഡിയോസ് കാണാനാണ് താല്പര്യം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ആരും അത് മറക്കണ്ടേ. അപ്പോൾ നമ്മുടെ 4 പാറ്റേൺ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെ സിമ്പിൾ അല്ലേ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് പോസ്റ്റേഴ്സ് സ്റ്റാമ്പ്സ് ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെയൊക്കെ പേര് ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ജേർണലിംഗ് അധികം ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. എനിക്ക് ഈ ഒരു ജേണൽ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കിയതിൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ചിത്രമൊക്കെ വരച്ചെടുക്കുന്ന പോലെ നല്ല രീതിയിൽ ഇത് പെയിൻറ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബ്രഷ് പെൻ യൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഈസിയുമാണ്. പിന്നെ ഈ ഒരു ബ്രഷ് പെന്നിൻ്റെ ആകെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ബേസിലൊരു കളർ അടിച്ചിട്ട് അതിൻ്റെ മേലെ അടുത്ത കളർ അടിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതല്ലെങ്കിൽ 2 കളറും കൂടി ബ്ലെൻഡ് ആയിട്ട് ഭയങ്കര വൃത്തികേടായിട്ട് ഇരിക്കും. അപ്പോൾ ബ്രഷ് പെൻ യൂസ് ചെയ്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം അടിച്ച കളർ ഒന്ന് ഉണങ്ങിയിട്ട് വേണം അതിൻ്റെ മണ്ടയിലായിട്ട് അടുത്ത കളർ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഗ്രിഡ് ലൈൻസും അല്ലാതെ തന്നെ നോർമലായിട്ട് ഒരു ബേസും കൊടുത്തിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റെഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി റെഫറൻസ് ഗൂഗിളിൽ നിന്നായാലും പിൻട്രസ്റ്റിൽ നിന്നായാലും കിട്ടും. അതൊക്കെ വെച്ചിട്ട് നല്ല ബെറ്ററായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പം നമ്മുടെ ഈ ജേണൽ സപ്ലൈസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കണ്ടേ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം.